സാർ നമസ്കാരം. നമസ്കാരം. സാർ അതിൽ നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. അതെ അതെ അതെ. ഒരു ഡയറക്ടർ കൂടിയാണ്. അതെ. അപ്പോൾ സാറിൻ്റെ സിനിമാ വിശേഷം ഒന്ന് മൊത്തം ഈ ഫിലിമിൻ്റെയും സിനിമാ വിശേഷങ്ങളൊന്ന് പറയാം. തീർച്ചയായിട്ടും. എൻ്റെ പേര് സുരേഷ് തിരുവല്ല. നമസ്കാരം. നമ്മൾ ഇപ്പം ആക്ച്വലി ഇവിടെ ഇരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആലി എന്ന് പറയുന്ന സിനിമയിൽ ഞാനൊരു നല്ലൊരു ക്യാരക്ടറാണ്. എനിക്ക് മനസ്സിൽ ഇഷ്ടപ്പെട്ട ഒരു പോലീസ് ഓഫീസർ, ഇൻസ്പെക്ടറിൻ്റെ കഥാപാത്രം അഭിനയിച്ചു. അപ്പം ദൈവം സഹായിച്ച് അത് തമിഴിലും മലയാളത്തിലും ഈ വരുന്ന ഓഗസ്റ്റ് 14 ഓണത്തിനോടനുബന്ധിച്ച് തിയേറ്ററിലേക്ക് എത്തുകയാണ്. ഇതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഉണ്ടായ അനുഭവങ്ങളെന്ന് വെച്ചാൽ പോസിറ്റീവായ അനുഭവങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഡയറക്ടർ നമ്മുടെ കൃഷ്ണ പ്രിയദർശൻ മാഡം നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഈ പടത്തിൽ നിന്നും നമുക്ക് കിട്ടി. പുള്ളിക്കാരി ഒരു വനിതാ ഡയറക്ടർ ആണെങ്കിൽ പോലും ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു ഡയറക്ടറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അദ്ദേഹം തന്നെ എൻ്റെ കഥയും തിരക്കഥയും ലിറിക്സ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് മറ്റ് ബിസിനസ് രംഗങ്ങളിലൂടെ വിദേശത്ത് പ്രവർത്തിക്കുന്ന ആളായതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയിൽ നിന്നും അത്യാവശ്യം സമയം കണ്ടെത്തി ഈ സിനിമ ഇത്രയും മനോഹരമായ രീതിയിൽ ഇത് ഇപ്പം ഷൂട്ടിംഗ് എല്ലാം പൂർത്തിയാക്കി ഇപ്പം നമ്മൾ തിയേറ്ററിലേക്ക് റിലീസ് ചെയ്യാൻ പാകപ്പെടുത്തി സെൻസറിങ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം കഥാപാത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഹ്യൂമർ ടച്ചുള്ള ഒരു നെഗറ്റീവ് ഫീൽ ചെയ്യുന്ന അങ്ങനത്തെ ഒരു പോലീസ് ഓഫീസറാണ്, ഇൻസ്പെക്ടറാണ്. ഒരുപാട് താരങ്ങളാണ് ഇതിനകത്തുണ്ട്. ഇതിനകത്ത് കൃഷ്ണപ്രസാദ്, ഡോക്ടർ രജിത് കുമാർ സാർ ഉൾപ്പെടെ, കൈലാഷ്, അങ്ങനെ കൃഷ്ണ മാഡം അഭിനയിച്ചിട്ടുണ്ട്, മകൻ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപറ്റം നല്ല ആർട്ടിസ്റ്റുകളൊരു നല്ല മൂവി ആയിരിക്കും. തീർച്ചയായിട്ടും ഇത് നമുക്ക് തിയേറ്ററിൽ നിരാശപ്പെടുത്തില്ല. ഓണത്തിന് തന്നെ എല്ലാവരും തിയേറ്ററിൽ വന്നത് പ്രത്യേകിച്ച് കണ്ട് വിജയിപ്പിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഒപ്പം എനിക്ക് ഒരാളുടെ പേരെടുത്ത് പറയാനുണ്ട്. താങ്ക്സ്. കൃഷ്ണ മാഡത്തോടൊപ്പം തന്നെ ഡോക്ടർ രജിത് കുമാർ, എൻ്റെ കഴിഞ്ഞ മൂവിയിലും അദ്ദേഹം ലീഡ് കഥാപാത്രം ചെയ്തതാണ്. ഒരു മനുഷ്യ സ്നേഹിയും കൂടിയാണ്. പുള്ളിയുടെ കെയർ ഓഫിലാണ് ഞാൻ അഭിനയിക്കാൻ വന്നത്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പ്രത്യേകം നന്ദി. ഈ ഓണക്കാലം നമുക്ക് സന്തോഷകരമായി തിയേറ്ററിൽ ഈ പടം കണ്ട് നിങ്ങൾ വിജയിപ്പിക്കണം. വലിയ വലിയ പടങ്ങളുണ്ട്, ഒപ്പം ഈ സിനിമയും കാണണം. എല്ലാവർക്കും എൻ്റെ പ്രത്യേകം ഓണാശംസ നേരുന്നു. ഒപ്പം താങ്കളുടെ ചാനലിലും താങ്കൾക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. സാറിൻ്റെ ഫിലിം എന്തായി, വർക്ക് എന്തായി? എൻ്റെ ഇപ്പം ഞാനൊരു 4 മൂവി സംവിധാനം ചെയ്തിട്ടുണ്ട്. പേര് ഫസ്റ്റ് മൂവി കുപ്പിവള 2018 റിലീസ് ചെയ്തു. 2019 സെക്കൻഡ് മൂവി ഓർമ്മ എന്ന് പറഞ്ഞ പടം ഗായത്രി അരുണായിരുന്നു അതിനകത്ത് ലീഡ് റോൾ ചെയ്ത്. അറിയായിരിക്കും നമുക്ക്, ദീപ്തി IPS പുള്ളിക്കാരി. 3ാമത്തെ മൂവി നാളേക്കായി, അത് സന്തോഷ് കീഴാറ്റൂർ, മധുവാലേട്ടൻ, അങ്ങനെ നിരവധി താരങ്ങളുണ്ടായിരുന്നു അതിനകത്ത്. ശ്രീലത നമ്പൂരി, കൃഷ്ണപ്രസാദ്. ഇപ്പോൾ 4ാമതൊരു പടം ചെയ്തപ്പം ഇമ്മീഡിയറ്റ് റിലീസാവുകയാണ്, കെട്ടുകാഴ്ച. അതിൽ നായിക പുതിയ ആൾക്കാരാണ്. അഭിനയിച്ചിരിക്കുന്നത് ജോണി ആൻ്റണി, ജനാർദ്ദൻ ചേട്ടൻ, സജി സോമൻ, ഞാനൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ പടം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സെൻസർ ചെയ്ത് തിയേറ്ററിൽ വരുത്തിയാൽ മതി, ഉടനെ തന്നെ ഉണ്ടാവും പ്രദർശനത്തെത്തും. പിന്നെ വേറെ 1-2 ചിത്രങ്ങളിൽ അഭിനയിച്ചു ആലിയോടൊപ്പം തന്നെ. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു മൂവി, അതും പോലീസ് ഓഫീസറാണ്, ഇൻസ്പെക്ടറാണ് ചെയ്തിട്ട് മെനയാന്നായിരുന്നു പാക്കപ്പ് ട്രിവാൻഡ്രത്ത്. ഒരു തെക്കൻ പോരുന്ന സിനിമയുടെ പേര്. അതിലും രജിത് സാറൊക്കെ ഉണ്ട്. രജിത് സാറ്, നമ്മുടെ സിബി തോമസ് DYSP, പിന്നെ ജയൻ ചേർത്തല, അരിസ്റ്റോ സുരേഷ്, അവരൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ സിനിമയുടെ വിശേഷത്തിനാണ് ഞാൻ വന്നതെങ്കിൽ താങ്കൾ ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ കാര്യങ്ങൾ പറഞ്ഞത്. ഞാൻ ആക്ച്വലി അഭിനയത്തിലൂടെ വന്ന ആളാണ്. ഞാൻ ഒരു ലാലേട്ടൻ്റെ തേന്മാവൻ കോപ്പത്തിൽ അഭിനയിച്ച് അദ്ദേഹത്തിനോടൊപ്പം തന്നെ 6 സിനിമകളിൽ ചെറുതും വലുതും വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ സിനിമകളിൽ അഭിനയിച്ചു, സീരിയൽസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ യാദൃശ്യമായിട്ട് ഡയറക്ഷൻ സെക്ഷനിലേക്ക് വന്നതാണ്. ഇപ്പോൾ ദൈവം സഹായിച്ച് 4 പടങ്ങൾ ചെയ്യാൻ പറ്റി. അടുത്തൊരു പ്രോജക്റ്റ് ഇമ്മീഡിയറ്റ് സ്റ്റാർട്ട്. സാറിൻ്റെ സിനിമയ്ക്കും ഈ സിനിമയ്ക്കും എല്ലാവരും നല്ല ഭാഗങ്ങൾ നേരുന്നു. താങ്ക് യു. ഓക്കെ.